சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிஞ்சு விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்னை இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை മുത്തു മുത്തു ആസൈ മുടിഞ്ഞു വിട്ട ആസൈ. താങ്ക് യു. പിഷാരടി തകർത്തു, പൊളിച്ചു, തിമർത്തു. പിന്നെ പിഷാരടിയുടെ ചിന്ന ചിന്ന ആസ എന്ന പാട്ട് കേട്ടിട്ട് LDFന്റെ ചിഹ്നത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തെ ട്രോളി പാടിയതാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യം മാത്രം. കാരണം ഈ പാട്ട് ഈ വേദിയിൽ വന്ന് പാടാനുള്ള കാരണവും നമ്മുടെ പിഷു തന്നെ തുറന്നു പറഞ്ഞിരുന്നു. അവിടെ ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ചില ധൈര്യങ്ങളൊക്കെ കാണുമ്പം കാർ വിളിച്ചാണ് വന്നത്. അപ്പൊ കാറിലെ ഡ്രൈവർ പെട്ടെന്ന് ഒരു പാട്ട് വന്നു. 90കളുടെ പകുതിക്ക് വന്ന് വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു പാട്ടാണ്. ചിന്ന ചിന്ന ആസൈ ചിറകടിക്കും ആസൈ എന്നുള്ള പാട്ട്. ഞാൻ പാടൂല കേട്ടോ, നിർബന്ധിക്കരുത്. അല്ല പിന്നില്ല, ഇത് പറയട്ടെ. അപ്പൊ ചിന്ന ചിന്ന ആസയൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരുമ്പോ പെട്ടെന്ന് ഈ ഡ്രൈവർ വണ്ടി ഓടിച്ച ആള് പറഞ്ഞു, ഈ റേഡിയോയിലെ അവതാരകൻ ഒരു സംഖ്യയാണ് എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്ത്, നിങ്ങൾ എങ്ങനെ ഇത് അറിയുന്നു? റേഡിയോയിൽ ഒരു പാട്ട് വരുന്നു, പാട്ട് വന്ന ഉടനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങൾ റേഡിയോയുടെ അവതാരകൻ സംഖ്യയാണ് എന്നൊക്കെ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, അങ്ങനെയല്ല, നിങ്ങൾക്കറിയാമോ, ഞങ്ങള് ചിഹ്നത്തിനെ പറ്റി വലിയ ആശങ്കയിലിരിക്കുകയാണ്. ആ സമയത്ത് ചിന്ന ചിന്ന ആസൈ എന്ന് പറയുന്ന പാട്ട് വിടുന്നത് അത്ര ശരിയായ ഒരു നടപടിയല്ല എന്ന് പറഞ്ഞു. എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ, ഇങ്ങനത്തെ കോൺഫിഡൻസ് എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് അത്ഭുതം തോന്നുന്ന കോൺഫിഡൻസ് ആണ്. കാരണം ഒരു വശത്ത് വലിയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്നും പറയുന്നു, ചിഹ്നം സംരക്ഷിക്കണം കേട്ടോ, ചിഹ്നം സംരക്ഷിക്കാൻ എല്ലാവരും ഒത്തുപിടിക്കണം, അല്ലെ നമ്മുടെ ചിഹ്നം പോവും എന്ന് പറയുമ്പോ തന്നെ മറുവശത്ത് പറയുകയാണ്, ഇടതില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന്. ഇത് എങ്ങനെ, എന്തൊരു കോൺഫിഡൻസ് ആണെന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. ഇത് പറയുന്നതിന് എന്തുമാത്രം ധൈര്യം ഉണ്ടെങ്കിലാണ് ഇങ്ങനെ പറയാൻ പറ്റുന്നത്. ഈ പാട്ട് കേട്ടപ്പോഴേ തോന്നി ബാക്കി പുറകെ വരുന്നുണ്ടെന്ന്. എലിപ്പെട്ടി ഈനാമ്പച്ചിയും ചിഹ്നമൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മത്സരിക്കുന്നത്, എലിപ്പെട്ടിയും ഈനാമ്പച്ചിയും ചിഹ്നമൊന്നും കിട്ടാതിരിക്കാനാണ് മത്സരിക്കുന്നതെന്ന് നേതൃത്വം പറഞ്ഞത് സമ്മതിച്ചു. പക്ഷെ ഞങ്ങളുടെ മുഖ്യൻ അത് സമ്മതിച്ചിട്ടില്ലല്ലോ. പെട്ടി പൊട്ടുമ്പോ കാണിച്ചു തരാം ഇടതിന്റെ ശക്തി എന്ന ആറ്റിറ്റ്യൂഡാണ് ഇപ്പോഴും നമ്മുടെ സഖാക്കൾക്കുള്ളത്. എന്തായാലും കൊട്ടിക്കലാശമൊക്കെ കഴിഞ്ഞ് ബൂത്തിന്റെ പടിവാതിൽക്കാൽ വരെ എത്തി നിൽക്കുമ്പോഴും ചിന്ന ചിന്ന ആസേ, ഈ ആസകളുമായി പാർട്ടിക്കാരെല്ലാം സ്വപ്നം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ ചവറ് വാരാനും കുഴി തോണ്ടാനും മണ്ണ് മാന്താനും സാധനങ്ങൾ നീക്കം ചെയ്യാനും ഒക്കെ ആയിരുന്നു JCB എങ്കിൽ ഇപ്പോ സ്ഥാനാർത്ഥികളെ പൊക്കി ഇലക്ഷൻ കൊഴുപ്പിക്കാനായി ക്രെയിൻ ഓടി നടക്കുകയല്ലേ. ഇവരൊക്കെ ക്രെയിനിൽ കയറി ആകാശം മുട്ട ഉയർന്നു നിൽക്കുമ്പോഴും അങ്ങ് തൃശ്ശൂരിൽ അങ്ങ് ഭൂമിയിലായിരുന്നു. താൻ തന്നെ അഭിനയിച്ച സിനിമാ പാട്ടുകളിട്ട് ആടി തിമർക്കുകയല്ലായിരുന്നു സുരേഷ് ഗോപി. തൃശ്ശൂർ പൂരം ഇന്നലെ റോഡിൽ പുനഃസൃഷ്ടിച്ചതുപോലെ ആയിരുന്നില്ലേ അവിടുത്തെ തിരക്കൊക്കെ. കൊട്ടിക്കലാശത്തിന്റെ ആഡംബരവും ഘോഷയാത്രയും ഒക്കെ ഒരു വശത്ത് നടക്കുമ്പോൾ മറുവശത്ത് കഥയും തിരക്കഥയും ഒക്കെ മാറ്റി മാറ്റി എഴുതുന്ന തിരക്കിലായിരുന്നു ചില നേതാക്കൾ. കൊല്ലത്തെ BJP സ്ഥാനാർത്ഥി കൃഷ്ണകുമാറിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് ഒരു BJP അനുഭാവി തന്നെ ആയിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ അത് പാടെ തള്ളി സംഭവ സ്ഥലത്ത് ആ സമയം താൻ ഉണ്ടായിരുന്നില്ല എന്നും അതിന്റെ മറുവശത്തായിരുന്നു താൻ ഉണ്ടായിരുന്നതെന്നും പറഞ്ഞ് പ്രതി എന്ന് വിലയിരുത്തപ്പെട്ട ആള് തന്നെ വന്ന് പത്രസമ്മേളനം നടത്തിയിരുന്നു. ഞാൻ ആ പ്രതിയാണെന്നും പറഞ്ഞ് അവിടുത്തെ CA സ്റ്റേഷനിൽ വരാൻ പറഞ്ഞു. ഒരു നോട്ടീസിനകത്ത് ഒപ്പിടാനാണെന്നാണ് പറഞ്ഞത്. ഞാൻ അങ്ങനെ നോട്ടീസിനകത്ത് ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോൾ CA എന്നോട് ചോദിച്ചത്, നിങ്ങളുടെ കയ്യിലാണോ കൊണ്ട് നിങ്ങളുടെ താക്കോൽ ഉണ്ടാകുന്ന വെച്ചാൽ, ഇല്ല സാറേ എനിക്കറിയത്തില്ല, ഞാൻ ആ സമയത്തില്ല, ആ സ്പോട്ടിലില്ല, ഞാൻ തൊട്ടപ്പുറത്തെ സ്ഥലത്താണ് നിൽക്കുന്നു പറഞ്ഞു. അന്നേരം അദ്ദേഹം പിന്നെ കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്നിട്ട് വീണ്ടും അദ്ദേഹം എടുത്തു ചോദിച്ചു, അത്
നമ്മളെ ഇലക്ഷൻ കമ്മീഷൻ ആ കേസെടുക്കുന്ന പോലീസല്ല, അതിന് ഞാൻ കുറ്റം ചെയ്തില്ലല്ലോ. അഥവാ എങ്ങനെ തട്ടിയോ? ഞാൻ ഇല്ല, തട്ടിയിട്ടില്ല, എനിക്കതിനെക്കുറിച്ച് അറിയത്തില്ല. കാരണം ഞാൻ അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എന്നിട്ട് വ്യാപകമായിട്ട് എൻ്റെ ഫോട്ടോയും നവമാധ്യമങ്ങളിലും പത്രത്തിലും എൻ്റെ ഫോട്ടോയാണ് നിരന്തരമായിട്ട് ഇപ്പോൾ ഇന്നലെ തൊട്ട് 8 മണി തൊട്ട് ഞാൻ കാണാൻ തുടങ്ങിയത്. ഇങ്ങനെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥമായിട്ട് അവിടെ ഒരു സംഭവം ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ലാതെയാണ് എൻ്റെ പേരിൽ അതിനകത്ത് പരീക്ഷിച്ചത്. സംഭവ സ്ഥലത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് തന്നെയാണ് ഇപ്പൊ പ്രതിയായിരിക്കുന്നത്. തനിക്കതിൽ ഒരു പങ്കുമില്ലെന്ന് പുള്ളിയുടെ വാദം എന്തായാലും ശരി പത്രങ്ങളെല്ലാം ഒപ്പിയെടുത്തിട്ടുണ്ട്. പക്ഷേ കൃഷ്ണകുമാറിന്റെ കണ്ണ് കുത്തിപ്പൊട്ടിച്ചത് ആരെന്ന ചോദ്യം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും BJP നേതാക്കൾക്ക് വിജയം സുനിശ്ചിതമാണെന്ന ഉറപ്പിൽ ചൂടുകൾ വെക്കുമ്പോഴും ആരോഗ്യപരമായി സമയം അത്ര നല്ലതല്ലെന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. പ്രസംഗത്തിനിടെ കൊഴിഞ്ഞു വീണ BJP പ്രമുഖ നേതാവ് നിതിൻ ഗഡ്കരിയുടെ വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഈ കുഴഞ്ഞു വീഴൽ ചൂട് മൂലം സംഭവിച്ചതാണെന്നും താനിപ്പോ ആരോഗ്യവാനാണെന്നും പറഞ്ഞ് പിന്നീട് നിതിൻ ഗഡ്കരി തന്നെ രംഗത്തെത്തിയിരുന്നു. കൈമൈ മറന്ന് കരുത്ത് തെളിയിക്കാനുള്ള ഓട്ടം നേതാക്കൾ ഓടിത്തീർത്തപ്പോ ഇനി സമയം നിങ്ങളുടെ കയ്യിലാണ്.